ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. കാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൃഷിയും ഋഷി ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സെമിനാറാണിത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളെ ഇടനിലക്കാരില്ലാതെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ കൃഷി. ഋഷി ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതിലൂടെ കാർഷിക രംഗത്ത് വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സമൂഹത്തിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇന്ന് നമുക്ക് സെമിനാർ എടുക്കുന്ന വിഷയം ചീരകൃഷി എങ്ങനെ ആദായകരമാക്കാം, കൃഷി രീതികൾ. സെമിനാർ നയിക്കുന്നത് ഡോക്ടർ പിങ്കി ചെറിയാൻ മാം, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി, സെന്റ് ജോസഫ് കോളേജ് വുമൺ, ആലപ്പുഴ. മാമിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. അതുപോലെ സെമിനാറിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ ഞാൻ പറയുന്നത്? ഓഡിബിൾ ആണ്. ഇന്നത്തെ വിഷയം അപ്പം ഇന്നത്തെ വിഷയം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വിഷയമാണ്. ചീരകൃഷിയുടെ ആദായ കാര്യങ്ങളും എങ്ങനെ അതിൽ നിന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് ഇവിടെ ഇടുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ സ്ലൈഡ് ഷോ കാണാമെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ വരാതിരിക്കാൻ ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യാണ്. നമുക്ക് നേരെ സെമിനാറിലോട്ട് പോവാം. ഓക്കെ, ചീരകൃഷി എങ്ങനെ ആദായകരമാക്കാം, കൃഷി രീതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതൊക്കെ സ്റ്റക്ക് ആവുന്നുണ്ട്. സ്ലൈഡ് എനിക്ക് ഒന്ന് എന്നെ പിൻ ചെയ്താൽ നിങ്ങൾക്ക് സ്ലൈഡ് കാണാം. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് മാം, എവരിവൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഞാൻ പഠിപ്പിക്കുന്നത്, എൻ്റെ വിഷയം ബോട്ടണിയാണ്. ബോട്ടണി എല്ലാവർക്കും അറിയാം. സസ്യലോകത്തെ കുറിച്ച് സംസാരിക്കാനും അല്ലെ, സസ്യലോകത്തെ കുറിച്ച് പഠിക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇന്നത്തെ തലമുറ അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഞങ്ങളുടെ കോളേജ് ഇപ്പോൾ ഓട്ടോണോമസ് ആയിരിക്കുകയാണ്, ഒരുപാട് കോഴ്സുകളുണ്ട്. ഞാൻ ബോട്ടണി എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് നമ്മുടെ കോഴ്സുകളെല്ലാം മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതലും ആലപ്പുഴ, ചേർത്തല ആ ഭാഗങ്ങളിലും കായംകുളം, ഹരിപ്പാട് ആ ഭാഗങ്ങളിലുള്ള കുട്ടികളാണ് കൂടുതലും വരുന്നത്. തൃശ്ശൂര് ആ ഭാഗത്തിലേക്കുള്ള മീൻസ് എറണാകുളം അങ്ങനെയുള്ള സ്ഥലത്തുള്ള കുട്ടികളൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ ആദ്യമേ തന്നെ സംസാരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് പല ഇനങ്ങളിലുള്ള ചീരകളുണ്ട്, പല ടൈപ്പ് ഓഫ് ചീരകളുണ്ട്. മുള്ളൻചീരയുണ്ട്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഡൂബീസ് എന്ന് പറയുന്ന പച്ചച്ചീരയുണ്ട്. പിന്നെ നമുക്കറിയാം വലിയ തിരിയിടുന്ന അമരാന്തസ് കോഡേറ്റസ് എന്ന് പറയുന്ന നീളം തിരിയിടുന്ന സീഡിന് വേണ്ടിയുള്ള ഒരു ചെടിയുണ്ട്. പിന്നെ ചുവന്ന ചീര, പിന്നെ കൂപ്പച്ചീര എന്ന് പറയുന്ന അമരാന്തസ് വിറിഡിസ് എന്ന് പറയുന്ന കൂപ്പച്ചീര ചെടിയുണ്ട്. ഇനി നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ തരം ചുമന്ന ചീരകളാണ് അവിടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. അരുൺ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വലിയ കടും ചുവപ്പുള്ള മെറൂൺ റെഡ് കളറുള്ള ഇലകൾ, വലിയ വലിയ ഇലകളുള്ള ഒരു മികച്ച വിളവ് തരുന്ന ഒരു ഇനമാണ് അരുൺ എന്ന് പറയുന്നത്. രണ്ടാമത് കൃഷ്ണശ്രീ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്ത് മീൻസ് റെഡിയാക്കി എടുത്ത ചുവന്ന കളർ തവിട് നിറമുള്ള ഒരു ഇലകളാണ് ഇതിൽ കാണപ്പെടുന്നത്. ഇതും വിളവെടുക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ഇനമാണ് കൃഷ്ണശ്രീ. അടുത്തതാണ് കണ്ണാറ ലോക്കൽ. ഇത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമ്മളിത് പൂക്കുന്നതും കടും ചുവപ്പ് നിറമുള്ള ഒരു സീസണൽ ചീരയാണ് കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ചീര.
അടുത്തതാണ് വ്ളാതങ്കര ചീര. വ്ളാതങ്കര ചീര തിരുവനന്തപുരം ജില്ലയിലെ വ്ളാതങ്കരിയിൽ നിന്ന് ജനപ്രിയ നേടിയ ഒരു ഇനമാണ്. കടും ചുവപ്പ് നിറമുള്ള ഇലകളാണ് ഇതിനുള്ളത്. മികച്ച വിളവ് തരുന്ന ഒരു ചീരയാണ് വ്ളാതങ്കര ചീര. മറ്റു ഇനങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ കേട്ടുപരിചയമുള്ള വൈഗചീര, സുന്ദരി ചീര, മയിൽപ്പീലി ചീര, ചെമ്പട്ട് ചീര. ഇതിൽ ഞാൻ സുന്ദരി ചീരയാണ് ഞാൻ കണ്ടിരിക്കുന്നത്, വൈഗചീര ഞാൻ കണ്ടിട്ടില്ല. ചില ചീരകൾ നമുക്ക് സുപരിചിതമാണ്. ഇനി പച്ച നിറത്തിലുള്ള പച്ചച്ചീരകളെ കുറിച്ചുള്ള കാര്യമാണ്, ഇനങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രേണുശ്രീ, ഇതും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ഗ്രീൻ നിറത്തിൽ, അതായത് പച്ച നിറത്തിലുള്ള ഇലകള്, നല്ല ഫ്ലഷ് ആയിട്ടുള്ള സ്റ്റെം, അതായത് തണ്ട് നല്ല ഫ്ലഷി ആയിട്ടുള്ള ചീരയാണ് രേണുശ്രീ. അടുത്തതാണ് മോഹിനി. മോഹിനി എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം, നല്ല ബ്രൈറ്റ് ഗ്രീൻ വെറൈറ്റിയാണ്, നല്ല തിളങ്ങി നിൽക്കുന്ന ഗ്രീൻ വെറൈറ്റിയാണ്. സമ്മർ മാസത്തിൽ ആണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത്, ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഇതാണ്. ഇനിയുള്ള ചീരകളാണ് കോയമ്പത്തൂർ 1, കോയമ്പത്തൂർ 2, കോയമ്പത്തൂർ 3. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ചീരയാണ് ഈ ഇത്ര. ഇനി സാധാരണ നമ്മൾ കാണപ്പെടുന്ന വേറെ ചീരകളും ഉണ്ട്. പൊന്നാങ്ങണി ചീര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായ വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലുള്ള വെറൈറ്റി. ഇതിപ്പം പച്ചയുണ്ട് പിങ്കും വെറൈറ്റി രണ്ടും കാണാൻ പറ്റുന്ന, വൈറ്റമിൻ എ അറിയാലോ, നമ്മുടെ കണ്ണിന്റെ കാഴ്ചശേഷിയെ വർദ്ധിപ്പിക്കാനുള്ള കഴിവുള്ളതാണ് പൊന്നാങ്ങണി ചീര. അതിന്റെ ചീരയുണ്ട്. പിന്നെ മധുര ചീര എന്ന് പറയുന്ന വേറെ ടൈപ്പ് ചീരയുണ്ട്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് കൂടുതലുള്ള ചീരയാണ് മധുരച്ചീര, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മുള്ളൻചീര എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുള്ളുള്ള ചീര, അതിന്റെ എണ്ണ കാച്ചി മൈഗ്രെയിൻ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണ്. മുള്ളൻചീര കഴിക്കാനും, തൈരിട്ടിട്ട് അതിൽ കഴിക്കാനും എന്താണ് ആളുകൾ അതൊരു ഔഷധ ഗുണമായിട്ട് കാണുന്നതാണ് മുള്ളൻചീര. പിന്നെ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഇവിടെ ഒരുപാട് ചീരകൾ എന്താണ് ആദായ, നമുക്ക് ഒരു ലാഭം കൂട്ടാൻ നമ്മൾ ഒരുപാട് ചീര കൃഷി രീതികൾ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചീര കൃഷി എടുക്കുന്നത്? കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഹ്യൂമിഡിറ്റി, അല്ലെ, ഊഷ്മ ശേഷിയുള്ള, അതായത് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ പോഷണ സമ്പന്നമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇരുമ്പ്, വൈറ്റമിൻ സി, കാൽസ്യം എന്നിവ സംബന്ധമായ ആരോഗ്യപരമായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് അനുയോജ്യമായ വിള കിട്ടുന്ന, തുടക്കക്കാർക്ക് ഏറ്റവും ഉചിതമായ ഒരു കർഷകർക്ക് ഏറ്റവും ഉചിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീരകൃഷി. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന അരുണ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്, രശ്മി എന്ന് പറയുന്ന ഇനം, പിന്നെ സാലു. അല്ലെ, അരുണ എന്ന് പറയുന്ന ചുമന്ന ചീര നേരത്തെ നമ്മൾ കണ്ടു, അരുണ അല്ലെങ്കിൽ അരുൺ എന്ന് പറയും. പിന്നെ എന്താണ് ഈ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കോയമ്പത്തൂർ 1, 2, 3 വെറൈറ്റീസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടത് വിത്തിന്റെ പാകം, പിന്നെ തൈകളെല്ലാം തയ്യാറാക്കണം. പിന്നെ തൈ നടലാണ്. തൈ നടല് കഴിയുമ്പോഴേക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ. അപ്പൊ അത്ര ഇപ്പം നമുക്ക് ഏക്കർ കണക്കിന് ഭൂമിയുള്ളത്, എന്താണ് ഒരു ഏക്കറിലുള്ള ഭൂമിയുള്ളത് 10 തൊട്ട് 12 കിലോ വിത്ത് വേണം. നമ്മൾ അത്രയൊന്നും പോകുന്നില്ല. പിന്നെ ഇത് നടുന്നത് 20 തൊട്ട് 30 സെന്റിമീറ്റർ അകലെ ആയിരിക്കണം. ഇപ്പൊ നേരിട്ട് വിത്ത് പാകുകയാണെങ്കിൽ 2 തൊട്ട് 3 ആഴ്ച പ്രായമുള്ള തൈകൾ പറിച്ച് നടുകയും ചെയ്യാം. സാധാരണ നമ്മൾ എന്താണ് ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് ആ ബെഡിൽ ഈ ചീര മുളച്ച് വന്ന ഒരു 3 തൊട്ട് 4 ഇലകൾ വരുന്ന പാകത്തിൽ, അതായത് ഒരു 20 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം 40 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫസ്റ്റ് വിളവെടുപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ അടുത്തത് മണ്ണ് തയ്യാറാക്കൽ. മണ്ണ് തയ്യാറാക്കുമ്പോൾ മണ്ണിന്റെ pH 6 തൊട്ട് 7 വരെ നിലനിർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏക്കർ കണക്കിനുള്ള ഭൂമികളാണെങ്കിൽ കമ്പോസ്റ്റിന്റെ അളവുകളിലും വ്യത്യാസം വരും. കമ്പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ചില സമയത്ത് നമ്മൾ ഹോർമോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിൻ, ജിബെർലിൻസ് എന്നൊക്കെ പറയുന്ന എന്താണ് ഓർഗാനിക് ആയിട്ടുള്ള ഹോർമോണുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇല പെട്ടെന്ന് വളരാനും. പിന്നെ ജലസേചനവും കളനിയന്ത്രണം.
നമുക്കറിയാം നമുക്ക് നല്ല എന്താണ് ഹ്യൂമിഡിറ്റി ആണോന്ന് ഞാൻ പറഞ്ഞു, ഊഷ്മത കൂടുതലായിരിക്കണം മണ്ണില്. അപ്പൊ തുള്ളിനന ആദ്യത്തെ രീതിയിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് തളിച്ചു കൊടുക്കാം. കള നിയന്ത്രണം എന്ന് പറയുന്നത് ഇടയിൽ വളരുന്ന കളകളെ എല്ലാം നമുക്ക് പറിച്ചു മാറ്റാം. മൾച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ എല്ലാവർക്കും അറിയാവുന്നതാണ്. മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ മൾച്ചിങ് ഭയങ്കര പ്രധാനമാണ്. ഇനി ഒരുപാട് രോഗങ്ങളും അസുഖങ്ങളും ബാധിക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇലയിലാണ്. ഇല ഭാഗത്ത് എന്താണ് ലീഫ് മൈനർ വേംസ്, ആഫിഡ്സുകൾ, ചെറിയ ചെറിയ പ്രാണികൾ അങ്ങനെയുള്ളതെല്ലാം കാണപ്പെടുന്നു. പിന്നെ തണ്ടില് സ്റ്റെം റോട്ട് എന്ന് പറയുന്ന തണ്ടില് രോഗങ്ങൾ കാണാം. പിന്നെ ലീഫില് യെല്ലോ കളറേഷൻ കാണാം. അപ്പൊ നമ്മള് സാധാ എന്താണ് ചില ഇലതീനി പുഴുക്കൾ കാണാം, പേനുകൾ കാണാം. അപ്പൊ ഇതെല്ലാം ഇലയിൽ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇലയിൽ കാണുന്ന കുത്തുകള്, പാടുകള്, വട്ടം പോലത്തെ പാടുകള്. അപ്പൊ സാധാരണ നമ്മൾ ജൈവമായിട്ട് യൂസ് ചെയ്യുന്ന, ഓർഗാനിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറായ വേപ്പെണ്ണ ലായനി, ജൈവ കീടനാശിനികൾ അതെല്ലാം നമുക്ക് യൂസ് ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. ഇപ്പം നീം ഓയിൽ സ്പ്രേ, ബയോ പെസ്റ്റിസൈഡുകൾ അങ്ങനെയുള്ളതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് എന്താണ് പ്രതിരോധിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ പടം കാണിച്ചു തരാം എങ്ങനെയാണ് അതിന്റെ അസുഖങ്ങളെല്ലാം. അപ്പൊ ഇതിപ്പം ഓരോ സ്ഥലം അനുസരിച്ചാണ് നമുക്ക് അതിന്റെ വരുമാന മാർഗം കാണുന്നത്, അല്ലെ? ഇപ്പൊ 45 തൊട്ട് 60 ദിവസത്തിന് നടിയിൽ കഴിഞ്ഞ് വിളവെടുക്കാൻ തയ്യാറാകുക. 45 ദിവസം കൊണ്ട് നമുക്കതിനെ വിളവെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ 8 തൊട്ട് 10 ടൺ ഏക്കർ ശരാശരി വിളവ് കാണപ്പെടുന്നു. പിന്നെ നമുക്ക് 3 തൊട്ട് 4 വരെ മുറിച്ച് എടുക്കാവുന്നതാണ്. അത് ഓരോ ഇനങ്ങൾ അനുസരിച്ചിരിക്കും കേട്ടോ. ഞാനിപ്പോ ജനറൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും വിപണന സാധ്യത കൂടുതൽ എവിടെയാണ് കാണുന്നത്? ഈ ഒരു ആദായകരമാക്കാം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ വിപണന സാധ്യതകൾ എവിടെയാണ് നമുക്ക് കൂടുതലും? പ്രാദേശിക കച്ചവടക്കാർ, ചന്തകൾ, സൂപ്പർ മാർക്കറ്റുകൾ. ഇപ്പൊ ഓർഗാനിക് വേറെ, ഓർഗാനിക് അല്ലാണ്ടുള്ള ചീര, രണ്ട് രീതിയിലാണ് ഇപ്പൊ മാളുകളിൽ, സൂപ്പർ മാർക്കറ്റിൽ പാക്കിങ്ങിൽ കാണുന്നത്. ഓർഗാനിക് ചീരയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും, മറ്റേന്ന് അത്രയും വിലയില്ല, അല്ലെ? അപ്പം നമുക്ക് നമ്മുടെ വളം ഇടുന്ന പ്രക്രിയ അനുസരിച്ചാണ് എന്താണ് വില തീരുമാനിക്കുന്നത്. ഇപ്പൊ ഓർഗാനിക് ആണെങ്കിൽ എത്ര രൂപ വരും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. സോ ഓൺലൈൻ വിപണനം, ഡോർ ഡെലിവറി ഇതും ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനൊരു വീഡിയോ ഈയിടയ്ക്ക് കണ്ടതാണ്. ഒരു എന്താണ് മധ്യവയസ്കരായിട്ടുള്ള കുട്ടികൾ വരെയും ഓൺലൈൻ മാർക്കറ്റിലൂടെ ചീര വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. ആദ്യം 2-3 തൈകളിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അടുത്തുള്ള വീടുകളിൽ വരെയും ആ മധ്യവയസ്കർ അത് എത്തിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഓൺലൈൻ ഡെലിവറി സിസ്റ്റത്തിന്റെ പ്രത്യേകത. നമുക്ക് വിജയകരമായി ചീര കൃഷി ചെയ്യാൻ നമുക്ക് അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഗുണമേന്മയുള്ള വിത്തുകൾ, അതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നല്ല ഇനം വിത്തുകൾ നിങ്ങൾ പാകി മേടിക്കുക. ജൈവ വളങ്ങള്, മണ്ണിന് ആവശ്യമുള്ള pH നിലനിർത്തി കമ്പോസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുക. കൃത്യമായ അളവില് ജലം, ഹ്യൂമിഡിറ്റി, ഈർപ്പം നിലനിർത്താൻ ശ്രമിക്കുക. കീടനിരീക്ഷണം, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക. മണ്ണിൽ നിന്നും വേരിലോട്ട് വരാം, മണ്ണിൽ നിന്നും ഇലയിലോട്ട് വരെയും വരാം, വായുവിൽ നിന്നും വരെയും കീടങ്ങൾ വരാം. സോ അപ്പൊ അതെല്ലാം നമ്മൾ നിരീക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ വിളവ് എടുത്തതിന് ശേഷം നിങ്ങൾ അത് എങ്ങനെ വിപണിയിൽ എത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാക്കിങ് കാര്യങ്ങൾ അതിന് അധികം നാള് നിൽക്കത്തില്ല. അപ്പൊ ഫ്രീസറിൽ വെച്ച് എത്ര നാള്, അപ്പൊ അതിന് വേറെ ഏതെല്ലാം പോംവഴികളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡിസീസസിന്റെ കാണാം. നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതൊക്കെ. എന്താ ചെറിയ ചെറിയ വേംസ്, കീടങ്ങൾ വന്നിരിക്കുന്നതാണ്, ഇലപ്പുള്ളി രോഗങ്ങൾ കാണാം. അതുപോലെ തന്നെ ഈ ചീരയുടെ അടിഭാഗത്ത് ആൽബുഗോ എന്ന് പറയുന്ന ഒരു ഫംഗസ് വളരുന്നുണ്ട്. ആൽബുഗോ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഉണ്ടോ, നമുക്ക് കാണാൻ പറ്റും. ഇത്രയും അസുഖങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. ചിലത് കണ്ടോ, തണ്ടിനകത്ത് റെസ്റ്റ് ചെയ്യുന്നത്, തണ്ടിന്റെ ഉള്ളിൽ പുഴുക്കൾ വന്നിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്.
ഇപ്പൊ കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് ഈ ഇലപ്പുള്ളി രോഗങ്ങളും പിന്നെ ഇല മറിച്ച് നോക്കുമ്പോൾ അതിന്റെ പുറമെ കുറെ വേംസ് ഒക്കെ വന്നിരിക്കുന്നതും ഉള്ളതാണ് കാണുന്നത്. പിന്നെ നമ്മൾക്കറിയാം യെല്ലോയിങ് പിഗ്മെന്റ്, അതായത് ഈ ക്ലോറോഫിൽ പിഗ്മെന്റിന് വ്യത്യാസം വരുന്നതാണ്. മഞ്ഞപ്പ് കൂടുതൽ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഇവിടെ കൂടുതലും കാണുന്നത്. മണ്ണിൽ നിന്നും ഫ്യൂസേറിയം എന്ന് പറയുന്ന അണുക്കൾ വരെ ഇതിനെ ബാധിക്കുന്നതാണ്, ഇതിന്റെ രോഗങ്ങൾ ബാധിക്കുന്നതാണ്. പല പല പേരുകൾ അറിയപ്പെടുന്നു. ലീഫ് ബ്ലൈറ്റ് എന്നും സ്റ്റെം ബോറർ എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകൾ അതിനുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈറ്റ് എല്ലാവർക്കും സുപരിചിതമാണ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. അതില് നമുക്ക് കിട്ടുന്ന ഇനമാണ് അരുൺ ഞാൻ പറഞ്ഞില്ല. അരുൺ എന്ന് പറഞ്ഞ അത് നമ്മൾ ഇപ്പൊ നമ്മൾ നോക്കിയതാണ്. അരുൺ എന്ന് പറയുന്ന മെറൂൺ കളറിൽ കാണപ്പെടുന്ന ചീര, മെറൂൺ കളർ ലീഫുള്ള ചീര. പിന്നെ പച്ച വെറൈറ്റീസ് ഉണ്ട്, കോയമ്പത്തൂർ 1, കോയമ്പത്തൂർ 2, 3 എന്നുള്ളത് പച്ച വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മണ്ണിലെ pH ഞാൻ പറഞ്ഞു 6 തൊട്ട് 7 വരെ വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതില് നല്ല വെള്ളം ഇറങ്ങിപ്പോകാൻ ശക്തിയുള്ള രീതിയിലുള്ളതായിരിക്കണമെന്നും ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, പിന്നെ ഈ നമ്മള് മഴ നന്നായിട്ട് കുത്തി പെയ്യുന്ന സമയം അവോയ്ഡ് ചെയ്യുക. മഴ നന്നായിട്ട് കുത്തി പെയ്യുന്ന ഈ ഒരു സമയത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാവും. വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, എന്താണ് വേര് ചെയ്യലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇപ്പൊ ഹെക്ടർ വലിയ സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ 1.5 തൊട്ട് 2 കിലോ വരെയാണ് സീഡ് വേണ്ടത്. ഇപ്പൊ സീഡ്സ് നമുക്ക് ഇവിടെ വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിലെ അരുണും കോയമ്പത്തൂർ 1 ആണ് കാണുന്നത്. നമ്മൾ ആദ്യം സീഡ് ബെഡ് ഉണ്ടാക്കിയ ശേഷം അതിൽ നിന്നും സീഡ് ബെഡിലേക്കാണ് നമ്മൾ ഈ സീഡ്സ് പാകുന്നത്. വിത്ത് പാകിയിട്ട് അതിൽ നിന്നും 20 തൊട്ട് 30 ദിവസം കഴിയുമ്പോഴേക്കും 4 തൊട്ട് 5 ഇലകൾ വരും. ആ 4 തൊട്ട് 5 ഇലകൾ വന്ന തൈകളാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ മണ്ണിലോട്ട് നടുന്നത്. മണ്ണിലോട്ട് നടുമ്പം 30 തൊട്ട് 20 സെന്റിമീറ്റർ സ്പേസിങ് കൊടുത്ത് വേണം നടാൻ. പിന്നെ ന്യൂട്രിയൻ മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രക്രിയ. നമ്മൾ മണ്ണ്, അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ, അതായത് 4 തൊട്ട് 5 ഇല വന്ന ശേഷം നമ്മൾ മണ്ണിലോട്ട് ഇടുമല്ലോ. അപ്പൊ ആ മണ്ണ് പാകപ്പെടുത്തണം. മണ്ണ് പാകപ്പെടുത്താൻ നമുക്ക് ചാണകപ്പൊടി, NPK എല്ലാവർക്കും അറിയാം, 1:1:1 റേഷ്യോ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെർമിനോളജിയാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതിൻ്റെ ഒപ്പം നമ്മുടെ ചാണകം. ഇപ്പൊ ചിലര് ഈ മറ്റേ പൗൾട്രി ഫാമിൽ നിന്നുള്ള കോഴിക്കാഷ്ടമൊക്കെ വെച്ച് ചെയ്യണവരുണ്ട്. കൗടങ്ങിന് പകരം കോഴിക്കാഷ്ടവും NPK മിക്സ് ചെയ്ത് കയറ്റുന്നവരുണ്ട്. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ഫോളിയാർ സ്പ്രേ ചെയ്യണം. അത് നട്ട ശേഷം 15 ദിവസം കഴിയുമ്പോൾ ഇലയൊക്കെ മുളച്ച് വന്നിട്ടുണ്ടാവല്ലോ, കുറച്ചും കൂടി തളിര് ഇല പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 1% യൂറിയ സ്പ്രേ ചെയ്യാൻ ആളുകളുണ്ട്. പിന്നെ ഇപ്പോഴായിരിക്കും നമ്മുടെ ഇലപ്പുള്ളി രോഗം വരാൻ പോകുന്നത്. അപ്പൊ വേപ്പെണ്ണ സ്പ്രേ ചെയ്യണ കാര്യം ഓർക്കുക. പിന്നെ ഇടക്കിടക്ക് കളകൾ വരുമ്പം അത് നമ്മൾ എടുത്തു കളയേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. മഴ ഇല്ലാത്ത സമയമാണെങ്കിൽ 2 നേരം നനയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് കാര്യങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഇല തണ്ട് തുരപ്പൻ എന്ന് പറയുന്ന ചെറിയ ഇത് കാണും. അപ്പൊ അതിന് നമുക്ക് കൗടങ്ങിന്റെ ഒപ്പം യൂറിയയും ക്യാപ്സിക്കം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇടുന്നതും നല്ലതാണ്. കഴിയുന്നതും പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. പണ്ടൊക്കെ ആളുകൾ മലാത്തിയോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ചെറിയ അളവിൽ മലാത്തിയോൺ എന്ന് പറയുന്ന ഫംഗിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാതിരിക്കുക. പ്രകൃതി ഓർഗാനിക് ഉള്ള രീതിയിൽ തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഡിസീസ് വന്ന ഇലപ്പുള്ളിലുള്ള ഡിസീസ് ഉള്ള ഇലകൾ ഉണ്ടെങ്കിൽ അത് കിള്ളിക്കളയാൻ ശ്രമിക്കുക. ഇപ്പൊ മഴ വീണ് കഴിഞ്ഞാൽ അത് മറ്റേ ഇലകളിലോട്ടും അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം കോയമ്പത്തൂർ 1, 2, 3 എന്ന് പറഞ്ഞ ഇതാണ് നടുന്നതെങ്കിൽ അത് ഡിസീസ് റെസിസ്റ്റന്റ്, പ്രതിരോധിക്കാൻ പറ്റുന്നതാണ്.
പിന്നെ ചില ആളുകൾ ടെർമറിക് സോഡ പൗഡർ മിക്സ്ചറും സ്പ്രേ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഫംഗിസൈഡ് ആപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രകൃതിയെ എന്താണ് ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോവുക. ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഈ മലാത്തിയോൺ ഡയത്തിയോൺ എന്നൊക്കെ പറയുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടെർമറിക് പൗഡർ, സോഡ പൗഡർ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് യൂറിയ 1% യൂറിയ, അങ്ങനെയുള്ളതെല്ലാം ചെടികളിൽ പുതിയ താളി വരെ വളർന്നു വരാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 20-40 ദിവസം കഴിയുമ്പോഴേക്ക് ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് എക്യുപ്മെന്റ്സ് എല്ലാം സ്റ്റെറൈലായിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന കത്തിയാണെങ്കിലും സിസേഴ്സ് ആണെങ്കിലും എല്ലാം മുക്തമാക്കിയ ശേഷമേ അത്, കാരണം അതിൽ നിന്ന് വരെയും അടുത്ത ചെടിയിലോട്ടൊക്കെ നമുക്ക് ഇതാക്കാനാണ്. പിന്നെ ഇപ്പൊ ചില ചെടികളെ അവിടെ നിലനിർത്തും. കാരണം വെച്ചാൽ സീഡ് കളക്ട് ചെയ്യാൻ, വിത്ത് കളക്ട് ചെയ്യാൻ ചില ഇതാക്കും. പക്ഷെ അത് എന്താണ് അങ്ങനെ ചെയ്യണവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവിടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ പോയാൽ നമുക്ക് അവിടെ നിന്നും വിത്തുകൾ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ചീരയുടെ ഇത് നമ്മുടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിലെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് 7 തൊട്ട് 10 ദിവസം കൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാവുന്നതാണ്. 15 രൂപയാണ്. അത് വിളിച്ചു ചോദിക്കുക. അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവും എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ചീരേനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അമരാന്തം എന്നാണ്. ഇതാണ് അരുൺ, ചുമന്ന വെറൈറ്റി ആയിട്ടുള്ള അരുൺ എന്ന് പറയുന്ന വെറൈറ്റി. അത് നമുക്കിങ്ങനെ എത്രയാണ് വേണ്ടതെന്നുള്ളത് കണക്കൂട്ട് കാട്ടിലോട്ട് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവരുടെ തന്നെ പല ടൈപ്പ് ചീരകൾ നമുക്ക് മേടിക്കാവുന്നതാണ്. കണ്ടോ? അപ്പം അരുൺ വെറൈറ്റീനെ കുറിച്ച് നമ്മളിപ്പം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണൂത്തി, വെള്ളായണി തിരുവനന്തപുരത്തുള്ളത്, അവിടെ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. എനിക്ക് തന്നെ കുറെ പ്രൈവറ്റ് ഫേംസുകളൊക്കെ ഉണ്ട്. അവർ ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മേടിച്ചിട്ട് അല്ലാണ്ട് വിൽക്കുന്ന ആളുകൾ വരെ ഇവിടെയുണ്ട്. സോ ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു അമരാന്തസിന്റെ തന്നെ ഇത്രയും വെറൈറ്റി ആണ് കാണുന്നത്. അമരാന്തസ് ചീരയാണ്. റെഡ്, കണാറ, ലോക്കൽ, അരുൺ, കൃഷ്ണശ്രീ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈഗ. പിന്നെ ഗ്രീൻ വെറൈറ്റീസ് ആണെങ്കിൽ കോയമ്പത്തൂർ 1, 2, 3 മോഹിനി ഗ്രീൻശ്രീ. അപ്പം അത് വെറൈറ്റീസ് ആണ്. അപ്പം ഒരു ഏക്കറിലാണെങ്കിൽ ഇത്രയും കിലോ വേണം. സ്പേസിങ് ഇത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ബെഡ് റേസ് ചെയ്ത ശേഷം ആ ബെഡിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അപ്പൊ മണ്ണിൽ നല്ല ഈർപ്പമുള്ള മണ്ണായിരിക്കണം. വെള്ളം ഒട്ടും കെട്ടാൻ പാടില്ല. ചിലർ ഫാമിയുടെ മാന്യൂറും മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രാൻസ്പ്ലാന്റ് 20 to 30 days ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓക്കെ. പിന്നെ മാന്യൂറിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ ഇതാണ് മാനുറിങ്. NPK മിശ്രിതത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. NPK കഴിഞ്ഞിട്ട് 1% യൂറിയ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മണ്ണില് നൈട്രജൻ കൂടുതലുള്ളത് ഏറ്റവും നല്ലതാണ്. പിന്നെ 2, 3, 4 ഹാർവെസ്റ്റ് വരെ സ്പീഷീസ് അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത് നമ്മുടെ തനിച്ച് വിളകര എന്ന് പറയണ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മ്യൂട്ട് ചെയ്യല്ല. ഞാൻ കഴിയാറായി, ഏകദേശം കഴിയാറായി. ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാവേ. ഇത് കണിച്ചുകുളങ്ങരയിലുള്ള ഒരു ഫാമറിന്റെ ആണ്.
ഓക്കെ, ഇത് നമ്മൾ അരുൺ എന്ന് പറയുന്ന ചീരയാണ്. സോ ഇനി നിങ്ങൾക്ക് ഇപ്പൊ അവര് ചെയ്തത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണെന്നല്ല. അടുത്തത് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ കൂടി കാണാം. മാം ഈ വീഡിയോക്ക് സൗണ്ട് ഇല്ല കേട്ടോ. കാണും. ഉണക്കിയത് കാണിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് എന്തൊക്കെയാന്നുള്ളത് കാണിക്കാനും കൂടി വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പം ഇതോടുകൂടി ഞാൻ എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ മാം, ഇന്നത്തെ സെമിനാറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ ചോദിക്കാം. ഓരോരുത്തരായിട്ട് ചോദിച്ചോളൂ. മാം, ഈ ചീര ഏതെല്ലാം മാസത്തിലാണ് നടാൻ പറ്റുക? ജൂൺ ജൂലൈ ഒഴികെ ബാക്കി എല്ലാ മാസത്തിലും നടാൻ പറ്റുമോ? ഹലോ, ഒന്നും കേൾക്കണില്ലല്ലോ. സോറി, അരുൺ അരുൺ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. കോയമ്പത്തൂർ 1, 2 വെറൈറ്റി ഉണ്ട്. അതൊക്കെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിപ്പോ ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ അധികം കാണപ്പെടുന്നില്ല. ഞാനൊരു എന്താ പറയാ, ഞങ്ങളുടെ കഞ്ഞിക്കുഴി ഭാഗത്ത്, കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള ഭാഗമാണ്, നിങ്ങൾക്ക് അറിയാം, ചേർത്തല ഭാഗത്ത്. അവിടെ ഈ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് തുള്ളിനന രീതിയിലാണല്ലോ അവര് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ചീര നട്ടിട്ടുണ്ട്. ചീരയുടെ ഒപ്പം മറ്റേ ഇത് എന്താണ് വെണ്ട വിത്ത് വരെയും നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇരുവശങ്ങളിലുമായിട്ട് വെള്ളം കെട്ടിക്കിടക്കുവാണ്. അപ്പം കുറച്ച് കഴിയുമ്പോ ഇപ്പൊ പിന്നെ മഴ കുറവാണ്. എന്നാലും മഴയുള്ള സമയത്ത് തടത്തിൽ മൊത്തം ഈ വെള്ളം കെട്ടി കിടന്നിട്ട് ചീരയുടെ എന്താണ് വേര് ചീയാണ് കണ്ടത്. അപ്പം അങ്ങനെയുള്ള മാസങ്ങൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് വെള്ളം പോവാനുള്ള, അതായത് ഈർപ്പം ഒരുപാട് നിലനിർത്താണ്ട് വെള്ളം ഡ്രെയിനിങ് ഏരിയ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇപ്പൊ മെയ് മാസം ഇട്ടിട്ട് ജൂണിൽ നടാമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ കാണാൻ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ചൂടാണല്ലോ, ജാനുവരി ഫെബ്രുവരിയിലോട്ടൊക്കെ വരുമ്പം ചൂടായതുകൊണ്ട് നിങ്ങൾ ആ തുള്ളി നനയ്ക്കുന്ന രീതിയിൽ വ്യത്യസ്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എന്താണ് ജൂൺ ടു ഓഗസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പൊ 2 സീസണിലാണെങ്കിലും 2 രീതിയിലാണ് നനയുടെ പ്രയോഗവും. വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനുള്ളത് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ അരുണ വെറൈറ്റി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അരുൺ തന്നെയാണ് അരുൺ. പിന്നെ ഇത് എന്താണ് കോയമ്പത്തൂർ 1, 2 അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമസ്കാരം മാം. മാം, മുള്ളൻചീരയെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, അത് അതിന്റെ വിത്ത് അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ഉണ്ടോ എവിടെയെങ്കിലും? ഞാൻ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. മുള്ളൻചീര സാധാരണ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ അങ്ങനെ വിത്തായിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല. വിത്തായിട്ട് അങ്ങനെ ആരും ഇതാക്കാറില്ല. പിന്നെ നാട്ടിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഹോർട്ടികോർപ്പ് പോലത്തെ സ്ഥലങ്ങളിലൊന്നും ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റു ചീരകളെ അപേക്ഷിച്ച് ഇതിന് ഔഷധ ഗുണം കൂടുതലുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. അത് ശരിയാണോ? ഇത് ചിലവർ അതിന്റെ തൈരിലിട്ട് വെക്കും. ഇതിന്റെ തണ്ട് അരിഞ്ഞിട്ട് തൈരിലിട്ട് വെച്ചിട്ട് അത് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് കാച്ചിയ എണ്ണ മൈഗ്രെയിനുള്ള ഇതിന് യൂസ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ സയന്റിഫിക് കാര്യങ്ങളിലേക്ക് നമുക്ക് കുറച്ചും കൂടി പഠിക്കേണ്ടതുണ്ട്. മേഡം, ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ മഴമറയില് ചീര കൃഷി ചെയ്യാൻ പറ്റുമോ? മറയില് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഒരുപാട് ഈർപ്പം കൂടിക്കഴിഞ്ഞാലും പ്രോബ്ലമാണ്. കാരണം എന്താണ് ചീയല് വരാനുള്ള ചാൻസ്, ഫംഗസിന്റെ എന്താണ് ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും ആ ഒരു സമയത്ത്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്ന ബെഡിന്റെ അകത്ത് നമ്മള് മാക്സിമം എന്താ പറയാ, ഇപ്പം അവര് ചെയ്തനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നതിന് എത്ര എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കഴിയുന്നതും ഒരുപാട് ഈർപ്പം നിലനിർത്താതിരിക്കുക. നല്ലൊരു മോണിറ്ററിങ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് നിരീക്ഷിക്കുക. അല്ലാണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആയെന്ന് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും? വിത്തുകളുടെ സോഴ്സ് ഞാൻ പറഞ്ഞു തന്നു. പല രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ. അരുണ, കോയമ്പത്തൂർ 1, 2, 3 ചീരയുടെ വിത്ത് എവിടെ കിട്ടും? ഓൺലൈനായിട്ട് വരുത്താൻ പറ്റുമോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മുടെ മണ്ണൂത്തിയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ നിന്ന് മേടിക്കാം. തൃശ്ശൂർ ഭാഗത്തോട്ട് പോകണമെങ്കിൽ അങ്ങനെ മേടിക്കാം. അല്ലെങ്കിൽ അവരുടെ സൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, വെജിറ്റബിൾ ആൻഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളയില്, അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് വരുത്തുകയും ചെയ്യാം.
അതിന്റെ മെയിൽ ഐഡിയോ അല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റിൻ്റെതോ ഒന്ന് കാണിക്കാമോ മാഡം? അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പില് ഇപ്പം ചാറ്റ് ബോക്സിൽ ഇടാം. ഞങ്ങളൊന്ന് സെർച്ച് ഓക്കെ, ചെയ്ത് താങ്ക് യു. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി മാഡം. താങ്ക് യു. ക്ലിയർ ആവുന്നില്ല. ഹോർമോൺ പ്രയോഗം അത് ഓക്സിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ് റൂട്ട് കുറച്ച് ഇതാക്കാൻ. പിന്നെ ജിബെർലിൻസ് എന്ന് പറയുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അത് എന്താണ് തണ്ടിന് നീളം കൂടാനും പിന്നെ ഇല കുറച്ചും കൂടി തരാൻ സിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. സിയാറ്റിൻ അല്ലെങ്കിൽ സൈറ്റോകൈൻ എന്ന് പറയുന്ന ഹോർമോൺ, അതൊക്കെ മേടിക്കാൻ കിട്ടും. അത് സ്പ്രേ ചെയ്യണത് ഇലകളിൽ കുറച്ചും കൂടി വിസ്തൃതി കൂട്ടാൻ, ഇലകൾക്ക് ഈൽഡ് കൂട്ടാനൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഓർഗാനിക് ആണ്. അത് ഇതിൽ നിന്ന് എന്താണ് കെമിക്കൽ അല്ല. പിന്നെ ഓക്സിനിൽ തന്നെ കെമിക്കൽ ഉള്ളതുണ്ട്. മറ്റേ റൂട്ട് കുറച്ചും കൂടി വളർത്തിയെടുക്കാൻ ഓക്സിനിൽ തന്നെ എന്താണ് ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് എന്നൊക്കെ പറയുന്ന കെമിക്കൽ അതുണ്ട്. പക്ഷെ കെമിക്കൽ മേടിക്കാതിരിക്കുക, ഓർഗാനിക്കിലോട്ട് തന്നെ പോവുക. ഓക്സിൻ, ജിബെർലിൻസും സിയാറ്റിനും ഇങ്ങനെയുള്ള ഹോർമോൺസ് ആണ്, ഓർഗാനിക് ഹോർമോൺസ് ആണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. മാഡം, ഈ മാസം വളർത്താൻ പറ്റിയ കൃഷികൾ വല്ലതും ഉണ്ടോ ചെടികളായിട്ട്? ഈ ജൂൺ ജൂലൈ മാസം എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ് റൈസ് ചെയ്യാം. ബെഡ് ഇപ്പൊ തൈകളായിട്ട് നമുക്കിപ്പോ ഈ ചീര നട്ടു വെക്കാം. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പ്രൊട്ടക്റ്റഡ് രീതിയിൽ നിങ്ങൾക്ക് അധികം ഇപ്പം എന്താണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എന്താണ് ഒരു പച്ച ഷീറ്റ് കെട്ടിയ ശേഷം അതിന്റെ അടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ഒരു 10-20 ഗ്രോ ബാഗിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ഗ്രോ ബാഗിലേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തൈകൾ അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ പച്ച ഷീറ്റ് ഒന്ന് കെട്ടിയ ശേഷം അതിൽ നടന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പം ചീര നിങ്ങൾക്ക് ഈ മാസം ചെയ്യാം, ഈ 2-3 മാസങ്ങളിൽ ചെയ്യാം. പക്ഷെ ഗ്രോ ബാഗിൽ നിരീക്ഷണാർത്ഥത്തോടുകൂടി ചെയ്യുക. ഇപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾ അല്ലെങ്കിൽ ഒരു 20 ദിവസം ഇപ്പൊ മറ്റേ 4 തൊട്ട് 5 തൈകൾ വരെ ഇല വരെ വളർന്ന രീതിയിൽ നമ്മൾ പാകിച്ചെടുത്തു. അതിനുശേഷം അതിനെ നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റുക. ഗ്രോ ബാഗിലേക്ക് മണ്ണ് സെറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിശ്രിതം കറക്റ്റ് ചെയ്യുക. അതിന് മണ്ണിലേക്ക് നിങ്ങൾ ഗ്രോ ബാഗിലേക്ക് മാറ്റിയ ശേഷം ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ നിങ്ങൾ പച്ച തുണി ഷെഡ് പോലെ കെട്ടിയ ശേഷം ഇതിൽ വളർത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി സക്സസ്ഫുൾ റേറ്റ് കൂടും. ചീര നിങ്ങൾക്ക് ഈ മാസം മൺസൂൺ മാസത്തിൽ ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി ഈ ഒരു സമയത്ത് വെണ്ട ഏറ്റവും ഉചിതമായ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യാം. പയറ് ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. വെണ്ട ഏറ്റവും നല്ലൊരു കൃഷിയാണ്. അതില് പല ഇനങ്ങളുണ്ടല്ലോ, വെണ്ടയിൽ തന്നെ പല ഇനങ്ങളുണ്ടല്ലോ. പിന്നെ തക്കാളി പക്ഷെ പൂ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ കെയർ കൊടുക്കണം. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പൂക്കളെല്ലാം പോവുകയും ചെയ്യും. നമ്മൾ പിന്നെയും അത് ഒരു പ്രോബ്ലമാറ്റിക് ആവും. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മഴ ഡയറക്റ്റ് കൊള്ളുന്ന സ്ഥലത്ത്, ഇപ്പൊ ഗ്രോ ബാഗിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മഴ ഡയറക്റ്റ് കൊള്ളാത്തടുത്ത് ചെയ്യുക. അതൊക്കെ മഴ കൊള്ളുന്ന ഏരിയ ആണെങ്കിൽ മുകളിൽ പച്ച നെറ്റ് പോലത്തെ സാധനം കെട്ടി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രൊട്ടക്ഷൻ ആണ്. ഡയറക്റ്റ് മഴവെള്ളം വീഴാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചീര ചെയ്യാം, വെണ്ട ചെയ്യാം, പയറ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ മാം. അപ്പം എല്ലാവർക്കും സംശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സെമിനാർ എടുത്ത വെങ്കിച്ചെറിയ മാമിന് എന്റെ കൃഷിയുടെ പേരിലും കൃഷി ഫൗണ്ടേഷന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. ഇനിയും മാമിന്റെ തുടർന്ന് ഞങ്ങൾ സെമിനാർ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ക്ലാസ് പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു മാം.